ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു തെക്ക് വടക്ക് പോരാട്ടത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് മണ്ഡല പുനർനിർണയ ചർച്ചകൾ കനക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഈ നിർണായക വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് കുടപിടിക്കുന്ന ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ വാക്കുകൾ കൊണ്ട് തൂത്തെറിഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. കേവലം പ്രാദേശിക രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ കാത്തു സൂക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തനായ ദേശീയ നേതാവാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ തരൂർ. ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന രീതിയിലാണ് കേന്ദ്രത്തിന്റെ മണ്ഡല പുനർനിർണയ ബില്ലെന്ന് പ്രതിപക്ഷം പണ്ടേ ആരോപിക്കുന്നതാണ്. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ ആർക്കും നഷ്ടമുണ്ടാകില്ല എന്ന ചന്ദ്രബാബു നായിഡുവിന്റെ വാദത്തിൽ മുനയിടിക്കുന്ന തരത്തിലായിരുന്നു തരൂരിന്റെ മറുപടി എത്തിയത്. സാധാരണക്കാരന് പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു ഡ്രൈവറുടെ ശമ്പള വർധനവിനെ ഉദാഹരണം പറഞ്ഞുകൊണ്ടായിരുന്നു തരൂർ നായിഡുവിനെ പ്രതിരോധത്തിലേക്ക് എത്തിച്ചത്. 2 ലക്ഷം രൂപ ശമ്പളമുള്ളവനും 20,000 രൂപ ശമ്പളമുള്ളവനും 50% വർധനവ് നൽകിയാൽ ശതമാനക്കണക്കിൽ തുല്യമായിരിക്കാം. പക്ഷേ കയ്യിൽ കിട്ടുന്ന തുകയിൽ വരുന്ന വലിയ വ്യത്യാസം പോലെയാണ് സീറ്റുകളുടെ കാര്യമെന്നായിരുന്നു തരൂർ തുറന്നടിച്ചത്. ഉത്തർപ്രദേശിൽ 40 സീറ്റുകൾ കൂടുമ്പോൾ കേരളത്തിൽ വെറും 10 സീറ്റുകൾ മാത്രമാണ് കൂടുന്നത്. ഈ ഭാരവ്യത്യാസം ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ സ്വാധീനം പാടെ തകർക്കുമെന്ന് തരൂർ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വനിതാ സംവരണത്തിന്റെ മറവിൽ ദക്ഷിണേന്ത്യയുടെ അവകാശങ്ങൾ കവരാൻ അനുവദിക്കില്ല എന്ന കോൺഗ്രസിന്റെ ശക്തമായ നിലപാടിന് കരുത്തു പകരുകയാണ് തരൂർ ഇവിടെ ചെയ്യുന്നത്. പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷമില്ലാതെ കേന്ദ്രത്തിന്റെ ബിൽ പരാജയപ്പെട്ടിട്ടും അതിനെ വീണ്ടും പിന്തുണയ്ക്കുവാൻ തുനിയുന്ന നായിഡുവിന്റെ ഇരട്ടത്താപ്പാണ് തരൂർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. ദേശീയ തലത്തിൽ BJPയുടെ തന്ത്രങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തും അന്താരാഷ്ട്ര തലത്തിലുമുള്ള പ്രശസ്തിയും നൽകിക്കൊണ്ട് അദ്ദേഹത്തിനൊപ്പം വിശ്വസ്തരായി നിലകൊള്ളാൻ ശശി തരൂരിനേക്കാൾ യോഗ്യനായ ഒരു നേതാവുമില്ല എന്ന് ഈ ഇടപെടൽ വീണ്ടും വ്യക്തമാക്കുകയാണ്. പറയേണ്ടിടത്ത് പറയുന്ന, തന്റെ അഭിപ്രായം പാർട്ടിയിൽ പോലും ഉറക്കെ വിളിച്ചു പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കൈകൾക്ക് കരുത്തായ ശശി തരൂർ മുൻനിരയിൽ തന്നെ ഉണ്ട് എന്ന സൂചനയാണ് ഈ ഒരൊറ്റ വാദത്തിലൂടെ അദ്ദേഹം നൽകുന്നത്. ദക്ഷിണേന്ത്യയുടെ അവകാശങ്ങൾക്കായി പാർലമെന്റിലും പുറത്തും ഈ ശബ്ദം ഇനി മുഴങ്ങുക തന്നെ ചെയ്യുമെന്ന ഉറപ്പുകൂടിയാണ് അദ്ദേഹം ഇവിടെ തരുന്നത്.